കുഞ്ഞിൻ്റെ തലച്ചോറ് ത്രസിക്കുമ്പോൾ ഈ ന്യൂറോൺസ് ഇളകി ആടും. അതിൻ്റെ ബ്രാഞ്ചസ് പോയി മറ്റൊരു ന്യൂറോണുമായിട്ട് ബ്രാഞ്ച് പിടിക്കും. ഒരിക്കൽ പിടിച്ചാൽ പിന്നെ മരണം വരെ പോവുകയില്ല. അതിനാണ് സിനാപ്സിസ് എന്ന് പറയുന്നത്. ഈ സിനാപ്സിസ് ഒരു കുട്ടിയുടെ തലച്ചോറിൽ എത്ര കൂടുതലാണോ അത്രയുമാണ് കുട്ടിയുടെ ബുദ്ധിശക്തി. സിനാപ്സിസ് കുറഞ്ഞാൽ കുട്ടിക്ക് ബുദ്ധിശക്തി കുറവാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ സിനാപ്സിസ് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ്. 1 വയസ്സ് തൊട്ട് 1.5 വയസ്സ് വരെ കുട്ടിക്ക് ചലിക്കുകയും ശബ്ദിക്കുകയും ചെയ്യുന്ന കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കണം. ഈ ചലനം മൊത്തമുള്ള കണ്ണുകൾ ട്രാക്ക് ചെയ്യും. ശബ്ദം കണ്ണുകളനുസരിച്ച് ചെവിയാണ് ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ ചെണ്ടടിച്ചുകൊണ്ടൊന്ന് കുറക്കണം. ടോട്ടോക്കെ താറാവിനെ കുഞ്ഞിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ എല്ലാ ഭാവവും ഒരുമിച്ച് ട്രാക്ക് ചെയ്യും. അപ്പോൾ കുഞ്ഞിന് തലച്ചോറ് ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് ഡെവലപ്പ് ചെയ്യും. ഇതില്ലെങ്കിൽ കുട്ടിക്ക് പിൽക്കാലത്ത് വലിയ പരീക്ഷകളൊന്നും പാസ്സാവാൻ പറ്റില്ല. 1.5 വയസ്സ് 2.5 വയസ്സ് വരെ കുട്ടിക്ക് ഓറിയന്റേഷൻ ഡെവലപ്പ് ചെയ്യാം. ആ സമയത്ത് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു 4 കാര്യങ്ങൾ ചെയ്തുകൊള്ളാം. 1, കുട്ടിക്ക് പൊട്ടുന്ന കളിപ്പാട്ടം മാത്രമേ വാങ്ങിച്ചു കൊടുക്കാവൂ. പൊട്ടാത്ത കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കരുത്. പൊട്ടുന്ന കളിപ്പാട്ടം കൊണ്ട് മാത്രമേ കുട്ടിക്ക് ബുദ്ധി വികസിക്കുകയുള്ളൂ. കുട്ടിയുടെ കയ്യിൽ കളിപ്പാട്ടം താഴെ വീണ് പൊട്ടും. കുട്ടി വലിയ കരയും. ഓരോ കളിപ്പാട്ടം കൊടുക്കണം. ആ കളിപ്പാട്ടം സൂക്ഷിച്ച് വെക്കണം. 2-2.5 വയസ്സാവുമ്പം അമ്മയും കുഞ്ഞുകുട്ടിന് നേരെ അച്ഛനും കുഞ്ഞുകുട്ടിക്കുന്നത് റിപ്പയർ ചെയ്യണം. എത്രത്തോളം കളിപ്പാട്ടം റിപ്പയർ ചെയ്യുന്ന കുട്ടി കാണുന്നുവോ അത്രത്തോളം കുട്ടി പിൽക്കാലത്ത് വലിയൊരു ശാസ്ത്രജ്ഞനോ ഒരു വലിയ എഞ്ചിനീയറോ ഒരു ആർക്കിടെക്ടോ IAS ഓഫീസറോ ഒക്കെ ആവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. എൻ്റെ വീട്ടിൽ എനിക്ക് ഭാര്യയ്ക്ക് ജോലിയാണ്. ഞങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ കോർപ്പറേഷനടുത്ത് സൈക്കിൾ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരാളിനെ വിളിച്ച് അവൻ വന്നത് യന്ത്രമൊക്കെ റിപ്പയർ ചെയ്ത് കാണിച്ചു. ഏറ്റവും കൂടുതൽ യന്ത്രങ്ങൾ റിപ്പയർ ചെയ്ത് കണ്ടത് 2ാമത്തെ മോളാണ്. ഞാൻ 2ാമത്തെ മോള് വീട്ടിൽ ഫസ്റ്റ് റാങ്കായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ജെയിംസ് യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയയിൽ പോയി MBA എടുത്തുകൊണ്ട് അപ്പോൾ ഈ കളിപ്പാട്ടം റിപ്പയർ ചെയ്ത് കുട്ടിയെ കാണിക്കണം. ചില അപ്പന്മാർ കളിപ്പാട്ടം വാങ്ങിച്ച് കുട്ടി കൊടുക്കാതെ അലമാരി വെച്ച് കൂട്ടി കളയും. കുട്ടിയോട് ചെയ്ത് ഏറ്റവും വലിയ ദ്രോഹമെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയും. കുട്ടി അലമാര കുട്ടികൾ ഇങ്ങനെ ആ കളിക്കാൻ കിട്ടാത്ത കളിപ്പാട്ടം നോക്കി ഇങ്ങനെ വിഷമിച്ചിരിക്കും. കുട്ടിയുടെ മനസ്സിലേക്ക് അൺഫുൾഫിൽഡ് ഡിസയേഴ്സ് ഇറങ്ങും. ആ കുട്ടി വയലൻ്റ് ആവും. 10-12 വയസ്സ് കഴിഞ്ഞാൽ മിക്കവാറും ആ കുട്ടി അപ്പൻ്റെ ചെവിക്കലിനടിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്.